ശബരിമല സ്വർണ്ണക്കടത്തിന്റെ അലിയൊലികൾ അവസാനിക്കാതെ കേരളത്തിൽ ഇപ്പോഴും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിദയനീയ പരാജയം ഏറ്റുവാങ്ങിയ CPM-ന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കുക ഒരുപക്ഷെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെ തിരിഞ്ഞുകുത്തും. കാരണം CPM-ന്റെ മുൻ MLA, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ അടക്കമുള്ളവർക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിക്കാതെ അവരെ സംരക്ഷിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണം ED-യും CBI-യും ഏറ്റെടുത്താൽ അത് വലിയ തരത്തിൽ CPM-നെ ബാധിക്കുമെന്നൊരാശങ്ക CPM അണികൾക്ക് പോലുമുണ്ട്. അതിനിടയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം ഡി മണി ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം പറയിപ്പിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയും വലിയ സംതൃപ്തിയിലല്ല ഈ അന്വേഷണ സംഘത്തിന്റെ പോക്കിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട ചില അതൃപ്തികൾ രേഖപ്പെടുത്തിയിരുന്നു. ഡിസംബർ 4 ശേഷം എന്തുകൊണ്ട് ഉന്നതരുടെ അറസ്റ്റ് നടന്നില്ല, ദേവസ്വം ബോർഡ് മെമ്പർമാരെ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല എന്നീ 2 ചോദ്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും സമഗ്രമായി വിലയിരുത്താം. ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും CPM-നെയും സർക്കാരിനെയും വേട്ടയാടുകയാണോ? സമഗ്രമായി പരിശോധിക്കാം. സൗബർണിക PS നമ്മോടൊപ്പം ഉണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെ ഏത് തരത്തിലാണ് ഇനി ബാധിക്കാൻ പോകുന്നത്? എന്താണ്, ഏത് തരത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ആ കൊള്ളയെ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ പരാജയത്തിന്റെ പ്രധാന കാരണം ശബരിമലയാണ്, അല്ലെങ്കിൽ അയ്യപ്പനാണെന്ന് പറയാം. കാര്യം നമുക്കറിയാം, ഇതിനു മുന്നേ നവോത്ഥാനം എന്ന് പറഞ്ഞ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി അത് കഴിഞ്ഞുണ്ടായ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ പരാജയം അല്ലെങ്കിൽ LDF-ന് വലിയ പരാജയമുണ്ടായി. അതിനുശേഷമാണ് വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അല്ലാതെ ഭക്തർക്കോ വിശ്വാസികൾക്കോ വേണ്ടിയല്ല, വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച്. കാര്യം ശബരിമലയെ ഒപ്പം നിർത്തില്ല, അല്ലെങ്കിൽ അയ്യപ്പനെ തൃപ്തിപ്പെടുത്തുക എന്നതിനപ്പുറം അയ്യപ്പനിലൂടെ വോട്ട് ലക്ഷ്യമാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തു വരുന്നത്. ഈ പറയുന്ന പോലെ സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തു വന്ന പോലും സർക്കാർ പ്രത്യേകിച്ചൊരു ശക്തമായ നിലപാടെടുത്തിട്ടില്ല. ഈ പറയുന്ന പോലെ വിശ്വാസികൾക്കൊപ്പമായിരുന്നു സർക്കാർ എങ്കിൽ സർക്കാർ ഇത്തരമൊരു നിലപാടല്ലല്ലോ സ്വീകരിക്കേണ്ടത്. ഈ പറയുന്ന പോലെ പത്മകുമാർ, N. വാസു, മുരാരി ബാബുവിനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഈ പത്മകുമാറിന്റെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പോലും ഇതുവരെയും പുറത്താക്കിയിട്ടില്ല. ഇപ്പോഴും സർക്കാർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സർക്കാരിന് ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ട്, സർക്കാരിന് ആരെയൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട്, അല്ലെങ്കിൽ സർക്കാർ ഭയക്കുന്നുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ സർക്കാർ പിണറായി വിജയൻ അടക്കമുള്ളവർ ഭയക്കുന്നുണ്ട്. ഇനി ഇത് അടുത്തത് ആരിലേക്ക്, അടുത്ത ഉന്നതൻ ആര് എന്നൊരു ചോദ്യം വരുമ്പോൾ സർക്കാർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ ഒരു നിലപാടും എടുക്കാതെ മുന്നോട്ട് പോകുന്നത്. ഈ കേസ് ഇപ്പം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഹൈക്കോടതി പറയുന്നുണ്ട് ഈ കേസ് വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ കേസ് ED-ക്കും CBI-ക്കും വിടുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ പോലും വരുന്നത്. കാര്യം ഈ കേസ് പോകുന്നത് വളരെ മന്ദഗതിക്കാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു തിരക്ക്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഈ കേസ് ഒന്ന് ബ്രേക്ക് ഇട്ട പോലെ ആയിരുന്നു. ആരെ അറസ്റ്റ് ചെയ്യുന്നില്ല, നമ്മളെപ്പോഴും ചോദിക്കുന്നത് അടുത്തത് ആര് എന്നൊരു ചോദ്യം കേരള സമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പോലും പിന്നീട് ആരെ അറസ്റ്റ് ചെയ്യുന്നില്ല, കേസ് മന്ദഗതിയിൽ പോകുന്നു. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. ആ ഒരു പറയുന്നല്ലേ ഹൈക്കോടതിയുടെ വിമർശനം വരുന്നത് സർക്കാരിന്റെ നെഞ്ചിലെ ഇടുതിയായിട്ടാണ് വീഴുന്നത്. കാരണം സർക്കാരിനറിയാം, അല്ലെങ്കിൽ LDF-നറിയാം അടുത്തത് ആരാണ് കുടുങ്ങാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും പത്മകുമാറിനെയും N. വാസുവിനെയൊക്കെ ചേർത്ത് നിർത്തുന്നതും തള്ളിപ്പറയാനാകാത്തതും. തള്ളിപ്പറഞ്ഞാൽ ആരിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നതെന്ന് സർക്കാരിന് വ്യക്തമായി അറിയാം. പത്മകുമാർ ഉൾപ്പെടെയുള്ള CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ജയിലിലാണ്. മുരാരി ബാബു CPM-ന്റെ ദേവസ്വം എംപ്ലോയീസ് സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം ജയിലിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള CPM-നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഒരു വിശ്വാസമുണ്ട്, അയ്യപ്പ ഭക്തരുടെ. അതായത് ശബരിമല അയ്യപ്പനോട് കളിച്ച ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. 2018 സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമല ക്ഷേത്രത്തിനകത്ത് 2 സ്ത്രീകളെ, ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും പിന്നാമ്പുറത്തുകൂടി അവർ ശബരിമല സന്നിധാനത്ത് കയറ്റിയപ്പോൾ ശബരിമലയിൽ ഏകദേശം ഒരു 30 വർഷത്തിലേറെയായി ശബരിമലയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു പ്രായം ചെന്നൊരു വ്യക്തി, ആളുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ആ പ്രായം ചെന്ന വ്യക്തി ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങളുടെ കഥ ആ സമയത്ത് ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന എന്നോട് പറഞ്ഞു, പല വിവാദ കേസുകൾ തെളിയിക്കുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ശബരിമല അയ്യപ്പനോട് കളിച്ച ഒരാളും രക്ഷപ്പെട്ട ചരിത്രമില്ല. ശബരിമല അയ്യപ്പനെ വെല്ലുവിളിച്ച ആളുകളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അവരെല്ലാം കഷ്ടതയിൽ നിന്ന് കഷ്ടതയിലേക്ക് കൂപ്പുകുത്തിയ ചരിത്രം മാത്രമേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമായിരിക്കാം. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തന്നു ഇതുമായി ബന്ധപ്പെട്ട്. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നു, ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്ത്, പുണ്യപൂങ്കാവനത്തിനകത്ത്, കലിയുഗവരതനായ അയ്യപ്പൻ്റെ തിരുസന്നിധിക്കകത്ത് അയ്യപ്പന് താല്പര്യമില്ലാത്ത, അതായത് അയ്യപ്പന് താല്പര്യമില്ല എന്ന് ഞാൻ പറയുന്നത് അവിടെ ദേവപ്രശ്നത്തിൽ കണ്ടതാണ്.
കലിയുഗവരതനായ അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയായ നൈഷ്ഠിക ബ്രഹ്മചാര്യത്തിൻ്റെ പ്രതിഷ്ഠയാണ് ശബരിമല ക്ഷേത്രത്തിനകത്തുണ്ട്. കേരളത്തിലെ നിരവധിയായ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. തിരുവനന്തപുരത്തടക്കം മണക്കാട് ശാസ്താക്ഷേത്രമടക്കമുള്ള നിരവധിയായ പ്രസിദ്ധമായ അയ്യപ്പ ക്ഷേത്രമുണ്ട്. ആ അയ്യപ്പ ക്ഷേത്രങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. സ്ത്രീകൾക്ക് അവിടെ എത്താം, അയ്യപ്പൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ തൊട്ടടുത്ത് പാലാരിവട്ടത്തെ അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെ നമുക്ക് സ്ത്രീകൾക്ക് പോയി പ്രാർത്ഥിക്കാം, നീരാഞ്ജനം നടത്താം, ശുദ്ധിയോടുകൂടി അവിടെ ആർക്കും കയറാം. പക്ഷേ ശബരിമല അയ്യപ്പനെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് തന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ അദ്ദേഹം അവിടെ എത്തുന്നത്, ഞാൻ ഇത് ആധികാരികമായി ഞാൻ പറയുന്നത് എനിക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഹിന്ദു സംഘടനാ നേതാക്കന്മാരുടെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെയും എടുത്തു നിൽക്കുന്ന വിവരമാണ്. അല്ലാതെ ഞാൻ ഊഹത്തിലെടുത്ത് പറയുന്നത് ശബരിമല അയ്യപ്പൻ ആ കാനനത്ത് മധ്യത്തിൽ 18 മലകളുടെ നടുക്ക് വന്നിരുന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആരെയും കാണണ്ട എന്നാണ്. ഒടുവിൽ മലയരയരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കുംഭമാസം പൂജകൾക്ക് നട തുറക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാം, നിങ്ങൾ അതിന് വന്നോ എന്ന് അയ്യപ്പൻ പറയുന്നത്. അയ്യപ്പൻ വെച്ച നിബന്ധനയാണ് അത് പ്രായപൂർത്തിയായ സ്ത്രീകൾ, അതായത് 10നും 50നും ഇടയിൽ വയസ്സുള്ള സ്ത്രീകൾ കാണാൻ വരരുത്. അത് അയ്യപ്പൻ പറഞ്ഞു എന്നാണ് ദേവപ്രശ്നത്തിൽ വ്യക്തമാക്കുന്നത്. ആ അയ്യപ്പ സന്നിധിയിലേക്ക് 2 സ്ത്രീകളെ കൊണ്ടുവന്നതിന് ശേഷം CPM-ന് കണ്ടകശനിയാണ്. അതുകൊണ്ട് തന്നെ CPM-ന് ഇത് തിരിഞ്ഞുകുത്തും. അപ്പോൾ അവർ ചോദിക്കും, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലേ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊറോണയുടെ പശ്ചാത്തലത്തിൽ കോവിഡ് മഹാമാരി ലോകത്തെ പിടിച്ചുലച്ചപ്പോൾ കേരളം ആകെ പൂട്ടിയിട്ട സാഹചര്യമുണ്ടായി. അന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കിറ്റ് കൊടുത്തു. ഇതൊരു ഭരണമാറ്റം ഉണ്ടായാൽ ഈ ആരോഗ്യ പ്രവർത്തനം അവതാളത്തിലാകുമോ എന്നൊരു ഭയം കൊണ്ട് ആണ് ജനങ്ങൾ വോട്ട് ചെയ്തത്, അല്ല CPM-നുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. അയ്യപ്പ ശബരിമല സന്നിധാനത്ത് സ്ത്രീകളെ കയറ്റിയതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അടപടലം തോറ്റു. CPM ജയിച്ചത് 2 കൊറോണ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന 2 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. പിന്നീട് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ ഈ മാസം നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM ദയനീയമായി തോറ്റു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. CPM അടപടലം തോൽക്കാൻ പോവുകയാണ്. അല്ല ചേട്ടാ, അതിൻ്റെ അകത്തൊരു കാര്യമുണ്ടല്ലോ, അന്ന് ഇപ്പോൾ 2018 സ്ത്രീകളെ കയറ്റുന്നത്. ഇപ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമായപ്പോൾ വീണ്ടും ശബരിമല വിഷയമായി വന്നു. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഇവരാണ് അല്ലേ? സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അതിനുശേഷമാണ് സ്വർണ്ണക്കൊള്ള വന്നത്. അപ്പോൾ വീണ്ടും ഇനിയൊരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ശബരിമല വിഷയം ചർച്ചയ്ക്ക് വരികയല്ലേ? തീർച്ചയായും ശബരിമല വിഷയം കേരളത്തിലെ ഏറ്റവും വലിയ വിഷയമായി ചർച്ച ചെയ്യാൻ പോകുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊടത്തുമായി ബന്ധപ്പെട്ട വലിയ കള്ളന്മാർ ഇപ്പോഴും കർട്ടന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന തിരക്കഥ ആളുകളെ പിടികൂടണം. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നടന്മാരെ മാത്രമാണ്. നാടകത്തിൽ അഭിനയിച്ചവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. തിരക്കഥ എഴുതി ഈ മോഷണത്തിന് ഒത്താശ ചെയ്ത കള്ളന്മാരെയും കൊള്ളക്കാരും ഇപ്പോൾ പുറത്ത് വിലസുകയാണ്. ഇത്തരം കള്ളന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യവും തൻ്റെ ഇടം ത്രാണി കേരളത്തിലെ പ്രത്യേക അന്വേഷണ സംഘം കാണിക്കുമെന്ന് ചോദിച്ചാൽ കാണിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇവരെ വിമർശിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന നാളുകൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഭയത്തിൻ്റെ നാളുകളാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പത്മകുമാറിനെയും ബാസു അടക്കമുള്ള കാട്ടുകള്ളന്മാരെ ഇപ്പോഴും താലോലിക്കുന്ന, അവർക്ക് കച്ചേരി നടത്തുന്ന, അവരെ പാലൂട്ടി വളർത്തുന്ന CPM എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കില്ല എന്ന് CPM നേതാക്കന്മാർ തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഇവരെ ചിലപ്പോൾ പാർട്ടി നടപടി സ്വീകരിക്കാം. ഇവർ ജില്ലാ കമ്മിറ്റിയിൽ ചിലപ്പോൾ പത്മകുമാർ ഒഴിവാക്കിയെന്ന് വരാം. അത് കേരളത്തിലെ ജനവികാരം മാനിച്ചായിരിക്കാം. അത് കേരളത്തിലെ CPM നേതൃത്വത്തിലെ ആളുകളുടെ ചോദ്യത്തെ ഭയപ്പെട്ടായിരിക്കാം. പക്ഷേ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമ്പോൾ CPM-ന്റെ മുഖം കൂടുതൽ വികൃതമാകാൻ പോവുകയാണ്. അവിടെ CPM ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ട കള്ളന്മാരെ സംരക്ഷിക്കുന്ന പുണ്യ 18-ാം പടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കലിയുഗവരതനായ കാനനവാസനായ അയ്യപ്പൻ്റെ മണ്ണിൽ അയ്യപ്പന് ഹിതമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കൂട്ടുന്ന CPM ഇനിയും അനുഭവിക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ ഭക്തരുടെ വിശ്വാസമാണ്. ഭക്തർ പറഞ്ഞ വാക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചെന്ന് മാത്രമാണ്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കടത്ത് CPM-നെ വളഞ്ഞു കുത്താൻ പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ED-യും CBI-യും അന്വേഷണം ഏറ്റെടുത്താൽ പല പ്രമുഖർക്കും ജയിലിനുള്ളിൽ കടക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഹൈക്കോടതി അവധിക്ക് ശേഷം ഇപ്പോൾ വീണ്ടും തുറക്കും. അപ്പോൾ വീണ്ടും ദേവസ്വം ബെഞ്ച് കേസ് പരിഗണിക്കും. ദേവസ്വം ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതി സ്വീകരിക്കുന്ന നിലപാട്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അട്ടിമറിക്കുമോ എന്നൊരു ഭയം ജനങ്ങൾക്കുണ്ട്. ആ ഭയം അകറ്റാൻ, അവരുടെ ആശങ്ക അകറ്റാൻ അവർക്ക് ആകെയുള്ള ആത്മവിശ്വാസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ കീഴിലാണ് ഈ കേസ് അന്വേഷണം നടക്കുന്നതെന്ന് മാത്രമാണ്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ കേസിലെടുക്കുന്ന നിർണായകമായ ഇടപെടൽ എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസകരമാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഭക്തർക്കും കേരളീയ സമൂഹത്തിനുമുള്ളത്.